ഹർഡയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തം, 6 പേർ മരിച്ചു. 59 പേർക്ക് പരുക്ക്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, വലിയ ദുഃഖകരമായ വാർത്തയാണ് ഈ വരുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതുതായ വിവരങ്ങൾ? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സ്മിത, അതീവ ദാരുണമായ ഒരു അപകടമാണ് മധ്യപ്രദേശിലെ ഹാർദയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യ 8 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 59 പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി ഇന്ന് രാവിലെയാണ് ഹാർദയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം ഉണ്ടായത്. ഇതിന്റെ ആഘാതം കിലോമീറ്ററുകൾ അകലെ പോലും അനുഭവപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. വലിയ പ്രകമ്പനം ഈ തീപിടുത്തത്തെ തുടർന്ന് ഉണ്ടായി. രക്ഷാപ്രവർത്തനം പോലും ആദ്യ ഘട്ടത്തിൽ ഏറെ ദുർഘടമായ രീതിയിൽ സ്ഫോടനങ്ങൾ തുടർന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സംസ്ഥാന പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്തേക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. മുഖ്യമന്ത്രി മോഹൻ യാദവ് സംഭവത്തെക്കുറിച്ച് അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടാതെ മന്ത്രി ഉദയ് പ്രതാപ് സിംഗിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. ഈ മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനങ്ങളും തുടർന്നുള്ള ചികിത്സകൾ അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. നിലവിൽ 2 മെഡിക്കൽ കോളേജുകൾ, ഭോപ്പാൽ ഇൻഡോർ മെഡിക്കൽ കോളേജുകളോട് തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള ആശുപത്രികൾ മുഴുവൻ തന്നെ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ ആവശ്യമായി വരും. ഇത് പരിഗണിച്ചാണ് 2 മെഡിക്കൽ കോളേജുകളോട് തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകൾ അടക്കമുള്ളവ പ്രദേശത്തേക്ക് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടറും സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. ബൽറാം, സാധാരണഗതിയിൽ ഇങ്ങനെ പടക്ക നിർമ്മാണ ഫാക്ടറികളൊക്കെ തന്നെ ജനവാസ മേഖലയിൽ ആയിരിക്കില്ല. അതിന് പ്രത്യേക ചില ഇടങ്ങളുണ്ടാകും. ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് ഒരു വശത്ത് നീണ്ട പാടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവർക്കാണോ ഈ 59 പേർക്ക് അപകടത്തിൽ പരുക്കേറ്റിട്ടുണ്ട്? അത് ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവരാണോ അതോ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്കാണോ? അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊള്ളലാണ്. അതുകൊണ്ട് തന്നെ ഈ പരുക്ക് എത്രത്തോളം ഗൗരവമുള്ളതാണ്, ഗുരുതരമായ അവസ്ഥയിൽ ഉണ്ടോ ആരെങ്കിലും? സ്മിത, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പടക്ക നിർമ്മാണ ഫാക്ടറി ഒരു പ്രധാന റോഡിന് സമീപം തന്നെയാണ്. എന്നാൽ അത്ര വലിയ തോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമല്ല എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം എന്നുള്ളത്. ഒട്ടേറെ ജീവനക്കാർ, തൊഴിലാളികൾ ഈ അപകടം നടക്കുമ്പോൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു എന്നുമാണ് പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടുകൾ. ആദ്യം തീപിടുത്തമുണ്ടായി എന്ന റിപ്പോർട്ടിനൊപ്പം തന്നെ നിരവധി പേർ ഫാക്ടറിക്ക് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതലായും ഈ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ തന്നെയാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും മരിച്ച 8 പേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീപിടുത്തം ആണ്, ഒരു ഫാക്ടറിയിൽ ഉണ്ടായ പടക്ക ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തമാണ് എന്നതുകൊണ്ട് തന്നെ അതീവ വേഗത്തിലാണ് ഈ തീപിടുത്തം മാരകമായ രീതിയിലേക്ക് മാറിയത്. തുടർന്ന് ഫാക്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അടക്കമുള്ളവയിലേക്ക് തീ പടരുകയായിരുന്നു. കിലോമീറ്ററുകൾ അകലെ പോലും ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഉയർന്ന പുകപടലങ്ങളും ഒപ്പം സ്ഫോടന ശബ്ദങ്ങളും കേട്ടിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അധിക ഭീതിജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നതും. ഈ പൊട്ടിത്തെറിയാണ്, തീപിടുത്തമാണ് എന്നതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർക്ക് ഈ ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്ന 59 പേരിൽ തന്നെ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെയാണ് ഇവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ പ്രദേശത്തേക്ക് അയക്കുകയും കൂടാതെ ഭോപ്പാൽ ഇൻഡോർ മെഡിക്കൽ കോളേജുകളോട് രോഗികളെ പ്രവേശിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാൻ അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്മിത. ഒപ്പം തന്നെ ഈ പടക്ക നിർമ്മാണ ഫാക്ടറികളിൽ നമുക്കറിയാം ഈ തമിഴ്നാട് ശിവകാശിയിലൊക്കെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ കേരളത്തിലും പലപ്പോഴും ഇത് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ നിയമം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫാക്ടറികളെ കുറിച്ച് അതുപോലെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത ഫാക്ടറികളിലൊക്കെ തന്നെ വലിയ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു കാലം കൂടിയാണിത്. ഈ മധ്യപ്രദേശിൽ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഹർഡയിലുള്ള ഈ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സ്മിത, നിലവിൽ ഈ പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഫാക്ടറികളിൽ ഉൾപ്പെടെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല കമ്പനികൾ എന്നുള്ളതാണ് ഈ അപകടങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ നടത്തുന്ന അന്വേഷണങ്ങളിൽ വ്യക്തമാകുന്നത്. ഈ ഹാർദയിലെ ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാനിരിക്കുന്ന ഉത്സവ സീസൺ കേന്ദ്രീകരിച്ചുകൊണ്ട് പടക്ക നിർമ്മാണം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നിർമ്മാണം ഈ ഫാക്ടറിയിൽ നടന്നു വരികയായിരുന്നു എന്നതിനൊപ്പം തന്നെ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ നിലയിൽ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ നിർമ്മിക്കാനായി ശേഖരിച്ചിരുന്ന മറ്റ് വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കളും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഉൾപ്പെടെ ഈ ഫാക്ടറിയിൽ ശേഖരിച്ചു വച്ചിരുന്നു. ഇതെല്ലാമാണ് തീ പടർന്നത്. അതിവേഗം തന്നെ ഈ തീ പടരുന്നതിനും വലിയ ആഘാതം ഉണ്ടാക്കുന്നതിനും ഇത് കാരണമായിട്ടുണ്ട്. മറ്റ് എന്തെങ്കിലും ക്രമവിരുദ്ധമായ നടപടികൾ, ചട്ടലംഘനമോ ഈ ഫാക്ടറിയുടെ ഭാഗത്ത് ഉണ്ടായോ എന്നത് ഉൾപ്പെടെ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും വ്യക്തമാവുക. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിലുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടറോട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അധികൃതരിൽ നിന്നും വിശദാംശങ്ങൾ തേടിക്കഴിഞ്ഞിരിക്കുന്നു. അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വിവരങ്ങൾ ലഭ്യമല്ല. കാരണം ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൊക്കെ തന്നെ വേദനയോടെ കരയുന്നവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഈ ദുരന്ത വാർത്ത എത്തിയത് മധ്യപ്രദേശിലെ ഹർഡയിൽ നിന്നാണ്. പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു, 59 പേർക്ക് പരുക്ക്, പലരുടെയും നില ഗുരുതരമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.